ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2023 ഒരു ഹൊറർ മൂവിയാണെന്നൊക്കെ പറഞ്ഞ് റിലീസായിട്ടുള്ള സെഞ്ചുറി ഡിലേറ്റഡ് എന്ന സിനിമയാണ്. ഹൊറർ മൂവിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇതിന്റെ പല സീരിയസ് ആയിട്ടുള്ള ഭാഗങ്ങളിലും നമുക്ക് ചിരിയാണ് വരുന്നത്. എന്തായാലും ഈ സിനിമ ഒന്ന് കണ്ടു നോക്കല്ലേ. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. ഈ ഒരു സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സുഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ കാട്ടിലൂടെ അങ്ങനെ നടന്നു വരികയാണ്. അങ്ങനെ അവൻ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒരു ബോർഡ് കിടക്കുന്നത് കാണുന്നുണ്ട്. ഉള്ളിലേക്ക് പോകുന്നത് അപകടമാണെന്നായിരുന്നു ആ ഒരു ബോർഡ് ഉണ്ടായിരുന്നത്. എന്നാലും ഇപ്പോൾ അവൻ അതൊക്കെ താണ്ടിയിട്ട് മുന്നോട്ടേക്ക് തന്നെ നടന്നു പോവാണ്. ഇപ്പോൾ അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. വിളിച്ചത് ഒരു എഡിറ്റർ ആയിരുന്നു. ഈ എഡിറ്റർ പറഞ്ഞ പ്രകാരം കാട്ടിൽ നടക്കുന്ന ഒരു സിനിമയിൽ വർക്ക് ചെയ്യാനാണ് ഇവൻ പോകുന്നത്. സാർ, നിങ്ങൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ജോലി കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ലടാ, ഞാൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് മാത്രമൊന്നുമില്ല, നീ ടാലന്റഡ് ആയതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ജോലി നിനക്ക് കിട്ടിയത്. ശരി, എന്തായാലും ജോലി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എഡിറ്റർ ഇപ്പോൾ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ സുഖം നിൽക്കുന്നിടത്ത് എന്തോ ഒരു സാധനം അവൻ കാണുകയാണ്. അത് പകുതി പൊട്ടിയ വിചിത്രമായിട്ടുള്ള ഒരു മുഖം മൂടിയായിരുന്നു. അവനിപ്പോ അത് മെല്ലെ തൊടുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അവൻ എന്തൊക്കെയോ ഇമാജിനേഷൻസ് വരികയാണ്. അത് കണ്ടിട്ട് അവനങ്ങനെ ഭയന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ സിനിമയിലുള്ള ഒരു ക്രൂ മെമ്പർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് എത്ര നേരമായി, നീ ഇവിടെ വന്നിരിക്കുകയാണോ, പെട്ടെന്ന് അങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഈ സിനിമയുടെ ക്യാമറ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പെൺകുട്ടിയായിരുന്നു. അവന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് ഇവൻ ജോലി ചെയ്യുന്നത്. അവനിപ്പോ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവന്റെ ജോലി തുടങ്ങിയിട്ടുണ്ട്. ഡയറക്ടർ ഈ സിനിമയിൽ അഭിനയിക്കുന്ന പെൺകുട്ടിക്ക് ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത്, നീ ഇങ്ങനെ ഇതിൽ നടന്നു വരുന്ന സമയത്ത് നിന്റെ ബാക്കിൽ ആരോ നടന്നു വരുന്നത് പോലെ അങ്ങനെ ഒരു ഫീല് നിനക്ക് തോന്നുകയാണ്. എന്നാൽ തിരിഞ്ഞു നോക്കുന്ന സമയത്താണെങ്കിൽ നിന്റെ പുറകിൽ ആരുമില്ല. അങ്ങനെ നീ പേടിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നടന്നു വരണം. ഓക്കെ അല്ലേ, നമുക്ക് റിഹേഴ്സൽ എടുക്കണോ? ഇത് സ്ക്രിപ്റ്റിലൊന്നും ഇല്ലാത്ത പോർഷനാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആ ഒരു നടിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് നേരെ ടേക്കിലേക്ക് പോകാന്ന് പറയുന്നുണ്ട്. ക്യാമറമാൻ ഇപ്പോൾ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സുഖി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രെയിമിന്റെ ഒരു മൂലയ്ക്കായിട്ട് വെളുത്ത കളറിൽ എന്തോ ഒന്ന് കാണുകയാണ്. എന്നാൽ നേരിട്ട് നോക്കുന്ന സമയത്ത് അത് അവിടെ ഇല്ലതാനും. 1-2 തവണ അവനത് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്യാമറയുടെ മോണിറ്ററിൽ നോക്കുന്ന സമയത്ത് അത് അവിടെ ഉണ്ടാവും. നേരിട്ട് നോക്കുമ്പോൾ അതൊട്ട് കാണാനുമില്ല. എന്തായാലും ഡയറക്ടറോട് ഈ ഒരു കാര്യം പറയാന്ന് വിചാരിച്ചിട്ട് അവൻ മുന്നോട്ടേക്ക് നടക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഡയറക്ടർ ആക്ഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടാണ് സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത്. ഇപ്പോൾ എഡിറ്ററും പ്രൊഡ്യൂസറും കൂടിയിട്ട് അവരുടെ ഓഫീസിലേക്ക് നടന്നു വരികയാണ്. പ്രൊഡ്യൂസർ പറയുന്നുണ്ട്, എടാ, എത്ര ദിവസം ഈ ഒരു സിനിമ നിനക്ക് എഡിറ്റ് ചെയ്യാൻ തന്നിട്ട്, വെറുതെ ആ ചെയറിലിരുന്ന് കറങ്ങി കളിക്കാന്നല്ലാണ്ട് എന്തെങ്കിലും പെട്ടെന്നൊന്ന് ചെയ്യാൻ പറ്റുമോ, പെട്ടെന്നൊന്ന് തീർക്കോ എന്നൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഷോട്ടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ കളർ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. ഏകദേശം കഴിയാനായിട്ടുണ്ട്, ഞാൻ പെട്ടെന്ന് തന്നെ അത് തീർത്തു തരാമെന്ന് പറയാണ്. ഇപ്പൊ പ്രൊഡ്യൂസർ ദേഷ്യം പിടിച്ചിട്ട്, നീ ഇവിടെ എഡിറ്റർ ആയിട്ടിരിക്കുന്നതിന് പകരം നീ ഒന്ന് പ്രൊഡ്യൂസറായി നോക്ക്. എല്ലാ ദിവസവും നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ക്യാഷ് ഉണ്ടി തരുന്ന സമയത്തെ അതിന്റെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചൂടായിട്ട് അയാൾ മേലേക്ക് കയറി പോവാണ്. ഇവർ രണ്ടുപേരും കൂടി വന്നത് നമ്മുടെ എഡിറ്ററിന്റെ എഡിറ്റിംഗ് റൂമിലേക്കാണ്. നോക്കുമ്പോൾ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവനും ഇപ്പോൾ ഹീറോയെ വഴക്ക് പറയാണ്. എത്ര ദിവസമാണ് നിനക്ക് ഈ ഒരു സിനിമ ഏൽപ്പിച്ചു തന്നിട്ട് ഇതെന്താ തീർക്കാത്തത്? ഇനിയിപ്പോൾ നീ എക്സ്ക്യൂസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിനക്ക് അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ഈ ഒരു പെൺകുട്ടീനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരുമിച്ച് പെട്ടെന്ന് ഈ ഒരു സിനിമ തീർക്കാൻ നോക്ക് എന്നിങ്ങനെ പറയാണ്. 2-3 ദിവസം കൊണ്ട് ഞാൻ തന്നെ തീർത്തോളാം എന്ന് പറയാണ്. എന്നാൽ അസിസ്റ്റന്റ് ഡയറക്ടർ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പോകുന്നതിന് മുന്നേ അയാൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഞങ്ങൾ നിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഒരു എഡിറ്ററെ വെച്ചു എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ഞങ്ങൾ പൈസ കൊടുക്കൊന്നുമില്ല. സിനിമ തുടങ്ങുന്നതിന് മുന്നേ നിനക്കായിട്ടൊരു സാലറി നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ ഒരു പെർസെന്റേജ് അവൾക്കും കൊടുത്താൽ മതി. ഓക്കെ, എത്രയും പെട്ടെന്ന് തീർക്കെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ഓൾറെഡി ചെറിയ ബഡ്ജറ്റിലാണ് ഈ ഒരു സിനിമ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവന് കിട്ടുന്ന റെമ്യൂണറേഷനും വളരെ കുറവാണ്. ആ ഒരു ക്യാഷും കൂടി സ്പ്ലിറ്റ് ചെയ്യണമെന്ന് കേട്ടുകഴിഞ്ഞപ്പോൾ അവന് നല്ല രീതിയിൽ ദേഷ്യം വരാണ്. എന്നാൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ആ ഒരു അസിസ്റ്റന്റ് എഡിറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളിപ്പോൾ ആ ഒരു ഫുട്ടേജസ് ഒക്കെ നോക്കുന്നുണ്ട്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷോട്ട്സ് ഒന്നും ഇല്ലല്ലോ, 2 ദിവസം കൊണ്ട് നമുക്കിത് റാപ്പ് അപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ജോലി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവർ എഡിറ്റ് ചെയ്യുന്ന ഷോട്ട് ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടില്ലേ, ആ ഒരു ഷോട്ടാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നടി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അവളുടെ ബാക്കിൽ ആരോ ഉള്ളതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യാണ്. ഓ, നീ എനിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നോ എന്നൊക്കെ ഭയങ്കര പേടിയോടെ പറഞ്ഞിട്ട് അവൾ ആ ഒരു സീനിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. എന്നാൽ ഈ സീനിൽ ബാക്കിൽ ആരോ വെളുത്ത ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് നമ്മുടെ എഡിറ്റർ ഇപ്പൊ നോട്ട് ചെയ്യുന്നുണ്ട്. ഇത് എന്താ സംഭവം എന്നറിയാതെ അവൾ അതിലേക്ക് തന്നെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൾക്കൊരു കോള് വരുന്നുണ്ട്. ഫോണിന്റെ റിംഗ് ടോൺ കേട്ടിട്ട് അവൾ നല്ല രീതിയിൽ പേടിക്കുകയാണ്. വിളിച്ചത് നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടിട്ടുള്ള സുഖയായിരുന്നു. അവനും ഈ ഒരു പെൺകുട്ടിയും കൂടിയിട്ട് ഫിലിം സ്കൂളിൽ ഒരുമിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ രണ്ടുപേരും ചേർന്നിട്ട് ഒരേ പടത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ഇപ്പൊ സുഖ നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അവളോ ഓക്കെ പറയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടിയിട്ട് ഒരു കോഫി ഷോപ്പിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. സുഖയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയിൽ ക്യാമറ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ മാത്രമല്ല അതിലൊരു മെയിൻ ആയിട്ടുള്ള റോൾ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ആ ഒരു ക്യൂരിയോസിറ്റി താങ്ങാൻ പറ്റാതെ ഇപ്പൊ നമ്മുടെ എഡിറ്ററോട് ചോദിക്കുകയാണ്, അല്ല, നീ ഞാൻ അഭിനയിച്ചിട്ടുള്ള സീനുകളെല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞോ, അങ്ങനെയാണെങ്കിൽ അതെനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ നൈസായിട്ട് ചോദിച്ചു നോക്കുകയാണ്. ഇല്ലടാ, ഞങ്ങളിപ്പോൾ പണി തുടങ്ങിയിട്ടുള്ളൂ, ഇനിയും 2-3 ദിവസം എടുക്കും അത് തീരാനായിട്ട്. എല്ലാം റാപ്പപ്പ് ചെയ്തതിനു ശേഷം നിനക്ക് കാണിച്ചു തരാമെന്ന് പറയാണ്. ഇവർ ഫിലിം സ്കൂളിൽ
പഠിക്കുന്ന സമയത്ത് സുഗയ്ക്ക് ഇവളുടെ അടുത്ത് ചെറിയൊരു ക്രഷ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവളുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് നൈസായിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് നോക്കുകയാണ്. എന്നാൽ അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ എന്നാൽ ശരി നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അവൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്കാണ് ആശ നേരെ കയറി വന്നത്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവൻ ആ ഒരു ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ചിട്ട് ഒരു ലേഡി ഇരിക്കുന്ന കണ്ടില്ലേ, അതേപോലെ തന്നെ ഇവിടെയും ആരോ ഇരിക്കുന്നതായിട്ട് അവൻ കാണുകയാണ്. പേടിച്ചിട്ട് അവരെ തൊടാനായിട്ട് അവൻ ഇങ്ങനെ പോകുന്നുണ്ട്. അതേസമയത്ത് തന്നെ ആ ഒരു പെണ്ണുങ്ങൾ ചാടി എണീക്കുകയാണ്. ഏതൊരു പെണ്ണ് അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് വഴക്കിട്ടിട്ട് അവന് ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് അങ്ങനെ കുത്തിയിരിക്കുകയായിരുന്നു. ഇത് കണ്ടിട്ടാണ് ആശാൻ പേടിച്ചിട്ടുള്ളത്. അവളിപ്പോ അവനെ നേരെ ഷൗട്ട് ചെയ്യാണ്, നീ ഏതറാ എന്നെ തൊടാൻ വരുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ കിളി പോയി നിൽക്കുകയാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ അവരൊരു ബാഗ് അവിടെ ഇരിക്കുന്നതായിട്ട് ഇവൻ കാണുന്നുണ്ട്. എന്നാൽ ഇത് എടുത്ത് കൊടുത്തേക്കാന്ന് വെച്ചിട്ട് ബാഗ് എടുക്കാൻ വരുന്ന സമയത്ത് തന്നെ അവരുടെ കൈ അങ്ങോട്ടേക്ക് നീണ്ടുവരാണ്. ബാഗ് അടിച്ചു മാറ്റാൻ നോക്കുന്നോ, നീ ഏതറാ കുറെ നേരം ഇവിടെ കിടന്ന് തിരിഞ്ഞളിക്കുന്നത്, ബാഗ് അടിച്ചു മാറ്റാൻ നോക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവനെ തെറി പറഞ്ഞിട്ട് അവർ ആ ഒരു ബാഗുമായിട്ട് അവിടുന്ന് പോവാണ്. എന്തിനാണ് ആവശ്യമില്ലാത്ത വള്ളിയൊക്കെ കയറി പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ലിഫ്റ്റിന്റെ വാതിൽ അങ്ങനെ അടയുന്ന സമയത്ത് പുറത്തൊരു രൂപം ഇവനെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ഇതുവരെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സീനുകളെല്ലാം കാണാനായിട്ട് വരുന്നുണ്ട്. എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇവർക്കായിട്ടുള്ള കോഫി വാങ്ങാനായിട്ട് പുറത്തു പോയതായിരുന്നു. അവൻ തിരിച്ചു വരുന്ന വഴിക്ക് ആ ഒരു ഇടനാഴിയിൽ അവൻ എന്തോ ഒരു രൂപം കാണാണ്. ഇപ്പോൾ ഡയറക്ടർ ആ ഒരു ഫൂട്ടേജ് പ്ലേ ചെയ്ത് നോക്കുകയാണ്. നിനക്ക് എന്താ വേണ്ടേ, നീ ഇപ്പോഴും ഇവിടെ തന്നെയാണോ ഉള്ളത്? അഥവാ നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ കണ്ടിട്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് വന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒരു പുക മാതിരി എന്തോ ഒരു കാര്യമുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നായിക ഇപ്പോൾ അങ്ങോട്ടേക്ക് നടന്ന് കയറി പോവാണ്. ഈ ഒരു സമയത്തേക്കും സുഖ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അപകടമാണ്, അങ്ങോട്ട് പോകല്ലേ എന്നൊക്കെ അവൻ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ ഒരു പുക അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഒരു ഗുഹ മുഴുവനും ഇപ്പോൾ ഇരുട്ടായി മാറിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ സുഖ അവിടെ നിലത്ത് വീണ് മരിച്ചു കിടക്കുകയാണ്. ആക്ച്വലി ഇതൊന്നും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഇതെല്ലാം ആ ഒരു സിനിമയിലെ സീനാണ്. ഇതെല്ലാം കണ്ട അസിസ്റ്റന്റ് ഡയറക്ടർ പറയാണ്, കുഴപ്പമില്ല കാര്യങ്ങളെല്ലാം വർക്കാവുന്നുണ്ട്, പക്ഷെ എനിക്ക് ചെറിയൊരു അഡ്വൈസ് ഉണ്ട്. 5ാമത്തെ ഷോട്ടിൽ എന്തോ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നില്ലേ, അതെന്തോ എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല, അതുകൊണ്ട് നമുക്ക് ആ ഒരു ക്ലിപ്പ് ഡിലീറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല, അത് ആ ഒരു സൈഡിലല്ലേ, അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്രെയിം നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടെന്ന് പറയാണ്. ഇപ്പൊ ഡയറക്ടർ പറയാണ്, ഇത് ഡിലീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഈ ഒരു ഗുഹയിൽ ഫുൾ ഇരുട്ടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്, അവിടെ മാത്രം ബ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഓഡിയൻസ് ആർട്ടിസ്റ്റിനെ നോക്കാതെ ആ ഒരു ഭാഗത്തേക്ക് നോക്കും, അതുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ഫൂട്ടേജ് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാണ്. എന്നാൽ ഇവനത് ഡിലീറ്റ് ചെയ്ത അതേ സമയത്ത് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഈ ഒരു ഫൂട്ടേജിലുള്ളത് ഒരു ഗോസ്റ്റ് ആണ്. ആ ഗോസ്റ്റിനെ ഇവൻ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ആ ഗോസ്റ്റിന് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട്. അതിപ്പോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ പുറത്തു വന്നിട്ട് ആരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഈ ഒരു ഗോസ്റ്റ് റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നും ഇവനെ തന്നെ അങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇവന് കാണുന്നുണ്ട്. നീ ആരാ, നിനക്ക് എന്താ വേണ്ടെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു ഗോസ്റ്റ് ഇവന്റെ തൊട്ടടുത്തേക്ക് പറന്നു വരാണ്. ഇവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഒരുപാട് ബ്ലഡ് ഇപ്പൊ ചെതറി തെറിക്കുന്നുണ്ട്. ഈ ഗോസ്റ്റ് അവൻ എന്താ ചെയ്തേ നോക്കുകയാണെങ്കിൽ അവന്റെ മുഖമില്ലേ അത് മാത്രം പിച്ച് ചീന്തി എടുത്തിട്ട് അവനവിടെ ക്രൂരമായി കൊന്നിട്ടിട്ട് ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന കാര്യമൊക്കെ ആ ഒരു നാട് മുഴുവൻ അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എഡിറ്ററും അവന്റെ അസിസ്റ്റന്റും അറിഞ്ഞിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ ഇയാൾ തന്നെയാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അയാളിപ്പോ എഡിറ്ററോട് സംസാരിക്കുകയാണ്, എടാ ഇനി വെറും 2 ദിവസം നിനക്ക് ബാക്കിയുള്ളൂ, അതിനുള്ളിൽ ഈ ഒരു പടം മുഴുവൻ റീ എഡിറ്റ് ചെയ്തിട്ട് മിസ്റ്റേക്ക് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് തിയേറ്ററിൽ റിലീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പൈസ മുഴുവൻ നമുക്ക് തിരിച്ചു കിട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മുഴുവൻ കമ്പനിക്കും ഒറ്റയടിക്ക് പണി കിട്ടും. അതുകൊണ്ട് രാത്രിയും പകലും ഇല്ലാണ്ട് 2 ദിവസം കൊണ്ട് എങ്ങനെയെങ്കിലും ഇത് തീർക്ക് എന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസർ ഇപ്പോൾ അവിടുന്ന് പോകുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഇത്രയും വലിയ ജോലി എങ്ങനെയാണ് തീർക്കാന്ന് ഇവരിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ നമ്മുടെ അസിസ്റ്റന്റ് എഡിറ്റർ ചോദിക്കുന്നുണ്ട്, മരിച്ചുപോയ ഡയറക്ടർ ഒരു ക്ലിപ്പ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് വീണ്ടും ആഡ് ചെയ്യാൻ പറ്റുമോ? ആ ഒരു ഷോട്ട് അവിടെ ഇല്ലെങ്കിൽ എന്തോ ഒരു മിസ്സിംഗ് പോലെ തോന്നുന്നുണ്ട്. ഇപ്പൊ ഹീറോ പറയാണ്, നോക്ക് ഓൾറെഡി നമുക്ക് 2 ദിവസമേ ഉള്ളൂ, നമ്മളിപ്പോൾ ആ ഒരു ഷോട്ട് വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസർ ഇത് വീണ്ടും കാണാനായിട്ട് വരും. അങ്ങനെ അവിടെ ഒരു രൂപം ഇരിക്കുന്നുണ്ടെങ്കിൽ ഓഡിയൻസിന്റെ ശ്രദ്ധ അങ്ങോട്ട് പോകും, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വീണ്ടും അത് ഡിലീറ്റ് ചെയ്യാൻ പറയും. ഇതെല്ലാം നമുക്കൊരു റീവർക്ക് അല്ലേ, അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കണ്ടെന്ന് പറയാണ്. ഇപ്പോൾ അസിസ്റ്റന്റ് എഡിറ്ററും ഓക്കെ പറഞ്ഞിട്ട് റിക്കവർ ചെയ്തിട്ടുള്ള ആ ഒരു ക്ലിപ്പ് വീണ്ടും ഡിലീറ്റ് ചെയ്യാണ്. ഇപ്പൊ ഇവർ ഈ ഒരു ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഓർഡർ കൊടുക്കുന്നത് ആരാ? ആ ഒരു പ്രൊഡ്യൂസർ അല്ലേ, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് അവൻ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗോസ്റ്റ് അവനെ തെരഞ്ഞു പോവാണ്. ഇപ്പോൾ പ്രൊഡ്യൂസർ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അയാളിപ്പോൾ ഫോൺ എടുത്തിട്ട് സുഖയെ വിളിക്കുകയാണ്, നമുക്കൊരൊറ്റ സീന് കൂടി ബാക്കി എടുക്കാനുണ്ട്, നാളെ രാവിലെ 6 മണിയാകുമ്പോഴത്തേക്കും ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണം എന്ന് പറയാണ്. സാർ അത് പിന്നെ എനിക്ക് നാളെ ഒരു ഡ്രാമ ക്ലാസ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. ശരി, നാളെ നിനക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നീ വരണ്ട, ഞാൻ വേറെ ആരെങ്കിലും വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്തോളാം എന്ന് പറയാണ്. അയ്യോ സാർ അങ്ങനെ പറയല്ലേ, കുഴപ്പമില്ല, നാളെ 6 മണിയാകുമ്പോഴത്തേക്കല്ലേ, ആ ഒരു സമയത്തേക്ക് ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കോളാം, നിങ്ങൾ ദയവ് ചെയ്തിട്ട് വേറെ ആരെയും ആ ഒരു റോളിന് വേണ്ടി കാസ്റ്റ് ചെയ്യണ്ട, ഞാൻ എന്തായാലും എത്താന്ന് പറയാണ്. ഇപ്പൊ പ്രൊഡ്യൂസറും ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇയാളുടെ റൂമിൽ നിന്നും എന്തോ ഒരു ശബ്ദം വരുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു കർട്ടൻ
കമ്പ്യൂട്ടറിന്റെ ബാക്കിലായിട്ട് ആ ഒരു ഗോസ്റ്റിന്റെ രൂപം അങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ട് പേടിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യാതെ അത് ആരാന്ന് നോക്കാൻ വേണ്ടിയിട്ട് അയാൾ മെല്ലെ അടുത്തേക്ക് വരികയാണ്. നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് നടന്നിട്ടുള്ള അതേപോലെ തന്നെ ഇവിടെ സംഭവിക്കുകയാണ്. ഈ ഒരു ഗോസ്റ്റ് പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വന്നിട്ട് അയാളുടെ മുഖം വലിച്ചു കീറിയിട്ട് പ്രൊഡ്യൂസർ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നുണ്ട്. എന്നാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം സുഖ അവന്റെ ഫോണിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നു. സാർ നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഹലോ എന്നൊക്കെ അവനും ഇവിടുന്ന് വിളിച്ച് ചോദിക്കുകയാണ്. എന്നാൽ ആ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ അസിസ്റ്റന്റ് എഡിറ്ററെ നോക്കുകയാണെങ്കിൽ അവൾ വന്ന് സിസ്റ്റം ഓൺ ആക്കുന്നുണ്ട്. എന്നാൽ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഷോർട്ട് സർക്യൂട്ട് മാതിരി എന്തൊക്കെയോ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കാണ്. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ആണ് എന്ന് വിചാരിച്ചിട്ട് അവൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു ക്ലിപ്പ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഗോസ്റ്റുള്ള ആ ക്ലിപ്പ്. ഇപ്പൊ ആ ക്ലിപ്പ് വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറുതായിട്ട് ഒരു സൈഡിലുണ്ടായിരുന്ന ആ ഒരു രൂപം ഇപ്പൊ ഭയങ്കര വലുതായിട്ടുണ്ട്. ആളുകൾക്ക് കൃത്യമായിട്ട് കാണുന്ന രീതിയിൽ നല്ല രീതിയിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. രണ്ടുപേരും കിളി പറഞ്ഞിട്ട് ഇതെങ്ങനെ നടക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ട് ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ സുഖ അവരെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് തലേദിവസം നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാണ്. ഇന്നലെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 6 മണിയാകുമ്പോൾ എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ വെച്ചിട്ട് എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീൻ എടുക്കാണ്ട് പോലും. പക്ഷെ ഞാനിവിടെ വന്ന് നോക്കിയിട്ട് അയാളെ കാണുന്നില്ല. ഇന്നലെ രാത്രി കോള് കട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തോ ഡിഫറന്റ് ആയിട്ടുള്ള ശബ്ദങ്ങളെല്ലാം ഞാൻ അവിടുന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാനും സാറിന് ഉറക്കെ വിളിച്ചു നോക്കി. എന്നാൽ ഒരു തരത്തിലുള്ള റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അസിസ്റ്റന്റ് എഡിറ്റർക്ക് ഒരു കാര്യം സ്ട്രൈക്ക് ആവാണ്. സുഖേനോട് എനിക്ക് സംസാരിക്കണം എന്ന് പറയാണ്. അവിടെ ഗുഹയിൽ എടുത്തിട്ടുണ്ടായിരുന്ന സീനിൽ നീയും അഭിനയിച്ചിട്ടില്ലേ? അവിടെ ആ ഒരു ഗുഹയിൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫറന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നോ? നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുന്ന പറയാണ്. ഇപ്പൊ അവനും കുറച്ചു നേരം ഇരുന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് ദിവസം ഞാൻ ഷൂട്ടിങ്ങിന് വന്ന സമയത്ത് അവിടെ ചുമരിന്റെ മുകളിൽ എന്തോ ഒരു രൂപം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് മോണിറ്ററിൽ മാത്രമാണ് കാണാൻ പറ്റിയത്. നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് ഞാൻ നോക്കിയ സമയത്ത് അതിനവിടെ കണ്ടില്ല. ഞാൻ ഈ ഒരു കാര്യം ഡയറക്ടറോട് പറയാൻ തുടങ്ങിയതാണ്. അതിനു മുന്നേ ഡയറക്ടർ കയറി ആക്ഷൻ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതെനിക്ക് പറയാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നും ആരും വിശ്വസിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ മിണ്ടാണ്ടിരുന്നതാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് എഡിറ്റർക്ക് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. ഇപ്പോ അവൾ മോണിറ്ററിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ഗോസ്റ്റിന്റെ രൂപം വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യമെല്ലാം സുഖേനോടും പറയുന്നുണ്ട്. എന്നാൽ അവൻ അതൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഷൂട്ടിങ്ങിന് ടൈമായി എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു കോളും കട്ട് ചെയ്തിട്ട് അവിടുന്ന് പോവാണ്. എഡിറ്റർ പ്രൊഡ്യൂസറെ വിളിക്കാനായിട്ട് 1-2 പ്രാവശ്യം ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ അയാൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇവൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു നോക്കിയെങ്കിലും പ്രൊഡ്യൂസർ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അസിസ്റ്റന്റ് എഡിറ്റർ അടുത്ത് വന്നിട്ട് പറയാണ്, നമുക്ക് ആകെ ഇനി 2 ദിവസം മാത്രമേ സമയമുള്ളൂ. അതുകൊണ്ട് നീ നിർത്താതിരുന്ന് എഡിറ്റ് ചെയ്തോ. ഞാൻ പോയിട്ട് പ്രൊഡ്യൂസർക്ക് എന്താ സംഭവിച്ചത് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നമ്മുടെ സുഖീനെ നോക്കുകയാണെങ്കിൽ അവൻ എന്തൊക്കെയോ ഡൗട്ടൊക്കെ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ വന്നിട്ടുള്ള ഒരു ക്രൂ മെമ്പറിനെ അവനിപ്പോൾ വിളിക്കുകയാണ്. നമ്മളന്ന് ഷൂട്ട് ചെയ്യാൻ പോയിട്ടുള്ള ആ ഒരു ഗുഹയിലെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഷൂട്ടിംഗ് എല്ലാം ഉണ്ടാവല്ലേ, അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കേവ് ആണല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ പയ്യൻ പറയാണ്, പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മുടെ പ്രൊഡ്യൂസറുടെ കയ്യിൽ കാശില്ല. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഗുഹയിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയും ചെയ്യില്ലായിരുന്നു. കാരണം അതൊരു ശപിക്കപ്പെട്ട ഗുഹയാണ്. അവിടെ വെച്ചിട്ട് ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുഖിയുടെ കിളി അങ്ങനെ പറക്കാണ്. ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ടാണല്ലോ ദൈവമേ ഞാൻ അഭിനയിച്ചെന്ന് വിചാരിച്ചിട്ട് അവൻ അങ്ങനെ തലമുളന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എഡിറ്ററുകളിൽ ഇരുന്നിട്ട് ആ ഒരു ഫൂട്ടേജസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആ നായിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ അവിടെ അവർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ബ്ലെസ്സിംഗ് വാങ്ങാനായിട്ടാണ് ഞാൻ വന്നത്. അവരെവിടെയെന്ന് ചോദിക്കുകയാണ്. എഡിറ്റർ ഇപ്പൊ പറയുന്നുണ്ട്, അല്ല നീ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ, ഷെഡ്യൂളുകൾ മുഴുവനും മാറിയിട്ടുണ്ട്, ഞങ്ങൾ ഇതിപ്പോ റീ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ ഇങ്ങനെ വന്ന കാലം നിൽക്കല്ലേ, ഇരിക്കെ ഞാൻ കോഫി വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആക്ട്രസിന് കോഫി വാങ്ങാനായിട്ട് എഡിറ്റർ പുറത്തേക്ക് പോവാണ്. ഈ ഒരു ഗ്യാപ്പിൽ ഇവളെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് വെച്ചോണ്ടിരുന്ന ആ ഒരു സീൻ അങ്ങനെ അവൾ പ്ലേ ചെയ്ത് നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഇവളുടെ തൊട്ട് ബാക്കിലുണ്ടായിരുന്ന ആ ഒരു ഗോസ്റ്റിന്റെ രൂപം ഇപ്പൊ മുഴുവനായിട്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് അവിടുന്ന് ചാടാനായിട്ട് നിൽക്കുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ആക്ട്രസിനാണെന്നുണ്ടെങ്കിൽ ആ ഷോട്ടിലുള്ള അവളുടെ അപ്പിയറൻസ് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അത് ഇത്തിരി വൈഡ് ആക്കിയിട്ട് അവളുടെ ഫേസ് മാത്രം കാണുന്ന രീതിയിലാക്കി വെക്കാണ്. ഇപ്പൊ നമ്മുടെ എഡിറ്റർ കോഫിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ആക്ട്രസ് ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യം നമ്മുടെ എഡിറ്റർ അറിയുമെന്ന് പേടിച്ചിട്ട് അവളിപ്പോ എഡിറ്ററോട് പറയാണ്, ഇല്ല കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ പിന്നെ ഒന്ന് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വേഗം അവിടുന്ന് പുറത്തിറങ്ങുന്നുണ്ട്. നേരെ പോയത് റെസ്റ്റ് റൂമിലേക്കാണ്. അങ്ങനെ ഓടിപ്പോയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവളുടെ ചെവിയുടെ അടുത്തായിട്ട് ആരോ ശ്വാസം വിടുന്ന ശബ്ദം കേൾക്കാണ്. ആരാന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കുന്ന സമയത്താണെങ്കിൽ ഇവൾ ഇരിക്കുന്നത് ബാത്റൂമിലല്ല, ആ ഒരു പ്രേതത്തിന്റെ മടിയിലാണ്. അതായത് ആ ഒരു ക്ലിപ്പ് ടൈറ്റ് ആക്കി വെച്ചിട്ട് എന്റെ സീൻ നീ കട്ട് ചെയ്യാൻ നോക്കുന്നോ, എന്നെ ഒഴിവാക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗോസിപ്പ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ സുഖീനെയാണ് കാണിക്കുന്നത്. അന്നത്തെ ഷൂട്ട് മുഴുവനും കഴിഞ്ഞിട്ട് ഇപ്പോ പാക്കപ്പ് ആവുകയാണ്. അവനിപ്പോ ഒരു ആക്ടർ ആയിട്ടുണ്ട്. മര്യാദയ്ക്ക് വീട്ടിലേക്ക് പോകേണ്ട അവനാണെന്നുണ്ടെങ്കിൽ ഇവൻ നേരത്തെ സംസാരിച്ചിട്ടുള്ള ആ ഒരു അസിസ്റ്റന്റ് പയ്യനെ കൂട്ടിയിട്ട് ഇവർ ആദ്യം ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഗുഹയിലേക്ക് പോവാണ്. അതിന്റെ ബാക്കിലുള്ള മിസ്റ്ററി എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആശാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇപ്പൊ നമ്മുടെ എഡിറ്ററെ കാണിക്കുകയാണ്. അവൻ നേരെ പ്രൊഡ്യൂസറിന്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ടുണ്ട്. കുറെ നേരം സാർ എന്ന് വിളിച്ചിട്ട് വാതിൽ തട്ടിയിട്ടും തുറക്കാത്തതുകൊണ്ട് തന്നെ അവനിപ്പോ മെല്ലെ ഉള്ളിലേക്ക് കയറാണ്.
നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് പ്രൊഡ്യൂസർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവന്റെ കൺമുന്നിൽ വെച്ചിട്ട് തന്നെ അയാളുടെ മുറിഞ്ഞിരിക്കുന്ന ആ ഒരു പകുതി മുഖം താഴത്തേക്ക് വീഴാണ്. ഇത് കണ്ടിട്ട് പേടിച്ചു പോയിട്ടുള്ള നമ്മുടെ എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താഴേക്ക് വീഴുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ അസിസ്റ്റന്റ് എഡിറ്റർ ഇവനെ വിളിക്കുകയാണ്. നീ അവിടേക്ക് എത്തിയോ, നമ്മുടെ പ്രൊഡ്യൂസറെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രൊഡ്യൂസർ കണ്ടോന്നോ, ഭയങ്കര ക്രൂരമായിട്ടുള്ള രീതിയിൽ അയാളെ ആരും ഇവിടെ കൊന്നിട്ടിരിക്കുകയാണ് എന്നൊക്കെ അലച്ചു തല്ലിയിട്ട് അവനിപ്പോ വിളിച്ചു പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ അസിസ്റ്റന്റുകളുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ടോയ്ലറ്റിൽ നിന്നും ആരോ അലറി കരയുന്ന ഒരു ശബ്ദം അവൾ കേൾക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവള് മെല്ലെ മെല്ലെ അവിടേക്ക് പോകുന്നുണ്ട്. വാതിൽ തുറന്നു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് പോയിട്ടുള്ള ആ ഒരു ആക്ട്രസ് ഇല്ലേ, അവളുടെ ശരീരത്തിലേക്ക് ഈ ഒരു ഗോസ്റ്റ് കയറിയിട്ടുണ്ട്. അതിപ്പോ ഇവളുടെ നേരെ ഇളിച്ചു കാണിച്ചിട്ട് അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ചു പോയിട്ടുള്ള ഇവളാണെന്നുണ്ടെങ്കിൽ ഓടി വന്ന് ഓഫീസ് റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് വാതിൽ അടയ്ക്കുന്നുണ്ട്. സുക്കി ആ ഒരു ഗുഹയുടെ മിസ്റ്ററി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ, അവൻ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കാല് തെറ്റി നിലത്തേക്ക് വീഴുന്നുണ്ട്. അപ്പോഴാണ് അവിടെ മരിച്ചു പോയിട്ടുള്ള ഏതോ ഒരു ലേഡി കിടക്കുന്ന കാണുന്നത്. ഇത് കണ്ടിട്ട് ഇവനും നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവന്റെ കൂടെ വന്നിട്ടുള്ള ആ ഒരു അസിസ്റ്റന്റും പേടിക്കുകയാണ്. ഇവിടെ ഓഫീസ് റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്ന ആ ഒരു ഗോസ്റ്റ് ആ ഒരു സിനിമയിലുള്ള ഡയലോഗ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ പേടിക്കണ്ട, നീ ഒളിച്ചു നിൽക്കണ്ട, ധൈര്യമായിട്ട് പുറത്തേക്ക് വാ, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആ ഒരു കഥയിൽ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ അത് കാണിക്കുന്നൊക്കെ പുറത്തുനിന്ന് വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ എന്താണ് കാണിക്കേണ്ടതെന്നുള്ളത് ഇവൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സുഖി വിളിക്കുന്നുണ്ട്. ഇവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവനിപ്പോ വിശദീകരിച്ചിട്ട് നമ്മുടെ അസിസ്റ്റന്റ് എഡിറ്ററോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു ബോഡിയുടെ മുകളിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് അവൻ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു കാസ്റ്റിംഗ് കോൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അഭിനയിക്കാനായിട്ട് താല്പര്യമുള്ള ആളുകളെല്ലാം വിളിച്ചിട്ട് അവരെവിടെ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അഭിനയിക്കാനായിട്ട് ഒരു ലേഡി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ അവൾ റിജക്ട് ആയിട്ടുണ്ടായിരുന്നു. അതറിഞ്ഞിട്ട് ഒരുപാട് വിഷമമായിട്ടുള്ള അവള് ഈ അസിസ്റ്റന്റ് ഡയറക്ടറുടെ കോളറിനെ പിടിച്ചിട്ട് എന്നെ എന്താ സെലക്ട് ചെയ്യാത്തത്, ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ, എന്നെ എന്താ സെലക്ട് ചെയ്യാത്തത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ കോളർ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ദേഷ്യം വന്നിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടറും പറയുന്നുണ്ട്, സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ കാണാൻ കുറച്ച് സൗന്ദര്യമൊക്കെ വേണം, പിന്നെ കുറച്ച് ടാലന്റും വേണം. നിന്റെ കയ്യിൽ ടാലന്റും ഇല്ല, കാണാൻ ഭംഗിയില്ല, നിന്നെയൊക്കെ വെച്ച് സിനിമ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരും എന്നൊക്കെ അവളുടെ അടുത്ത് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയാണ്. ഇത് കേട്ടിട്ട് വിഷമമായിട്ടുള്ള അവള് ആ ഒരു കാട്ടിലേക്ക് ഓടി പോകുന്നുണ്ട്. പോകുന്നതിന്റെ ഇടയിൽ എവിടെ വീണിട്ട് അവൾ അവിടെ നിന്ന് മരിക്കുകയാണ്. അവളുടെ ബോഡിയായിരുന്നു നമ്മുടെ സുഖ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം അവൻ നമ്മുടെ അസിസ്റ്റന്റ് എഡിറ്ററോട് പറയുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു കോള് കട്ടാവാണ്. അതേപോലെ തന്നെ ഇവള് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സിസ്റ്റം അതിൽ നിന്നും ചില സൗണ്ടുകൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കുമ്പോൾ ആ ക്ലിപ്പ് അങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആ ഒരു ചുമരിന്റെ സൈഡില് ചെറുതായിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രേതം ഇപ്പൊ അതിന്റെ മുഴുവൻ രൂപത്തിലേക്ക് മാറിയിട്ട് മുഖത്തൊരു മാസ്ക് ഒക്കെ ആയിട്ട് പടപടാന്ന് ഓടി വന്നിട്ട് ആ ഒരു സ്ക്രീൻ അങ്ങ് പൊട്ടിക്കുകയാണ്. ഇവളാണെന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് ആരെങ്കിലും എന്നെ രക്ഷിക്കോ, ഹെൽപ്പ് ഹെൽപ്പ് എന്നൊക്കെ ഉറക്കെ വിളിച്ച് കാറുന്നുണ്ട്. അതേസമയത്ത് തന്നെ സിപിയുടെ ബാക്കിൽ നിന്നും ആ ഭയങ്കരമായിട്ടുള്ള പ്രേതം മെല്ലെ മെല്ലെ പുറത്തേക്ക് വരാണ്. വന്നവിടെ നിന്നിട്ട് ഇവളെ രൂക്ഷമായിട്ട് അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്തേക്കും നമ്മുടെ മെയിൻ എഡിറ്ററും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് എന്താ പറ്റിയെന്ന് നോക്കിയിട്ട് മെല്ലെ തിരിഞ്ഞു നോക്കിയാല് ഓപ്പോസിറ്റ് ആ ഒരു ഗോസ്റ്റ് മുഖത്തൊരു മാസ്ക് ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ മുടി രണ്ടും സൈഡിലേക്ക് മാറ്റുന്ന സമയത്ത് വായിൽ നിന്നൊക്കെ ഒരുപാട് രക്തം താഴേക്ക് വീഴുന്നുണ്ട്. അതിനുശേഷം അതിന്റെ മുഖത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാസ്ക് ഗോസ്റ്റ് പഴിച്ചു കളയാണ്. അവളുടെ മുഖം കാണാനായിട്ട് ഭയങ്കര ക്രൂരമായിരുന്നു. പേടിച്ചുപോയ നമ്മുടെ എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ട്രൈപോഡ് എടുത്തിട്ട് ഈ ഒരു ഗോസ്റ്റിനെ അടിക്കാൻ ചെല്ലുന്നുണ്ട്. എന്നാൽ അതിന്റെ അടുത്തേക്ക് ചെല്ലുന്തോറും ഇവന്റെ ചെവിയിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള വേദനയും അതുപോലെ തന്നെ ഒരുപാട് ബ്ലഡും താഴേക്ക് വീഴാണ്. ഈ ഒരു സമയത്തേക്കും ഗോസ്റ്റ് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ എഡിറ്റർക്ക് മനസ്സിലായിട്ടുണ്ട്. നോക്ക്, ഞാനിപ്പോ എഡിറ്റർ മാത്രമല്ല, പ്രൊഡ്യൂസർ മരിച്ചു പോയതുകൊണ്ട് ഞാൻ തന്നെ പ്രൊഡ്യൂസറായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു പടം ഞാനാണ് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്യാം, നീ വരുന്ന ഭാഗമൊന്നും ഞങ്ങൾ ഡിലീറ്റ് ചെയ്യില്ല, അത് അങ്ങനെ തന്നെ തിയേറ്ററിൽ പ്ലേ ചെയ്യും. അങ്ങനെ എല്ലാവരും നിന്നെ കണ്ടിട്ട് ഒരുപാട് സന്തോഷപ്പെടും, തീർച്ചയായിട്ടും അവരാരും നിന്നെ വെറുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗോസ്റ്റിനെ ഒരു വിധത്തിൽ സമാധാനിപ്പിക്കുകയാണ്. മെല്ലെ മെല്ലെ ആ ഒരു ഗോസ്റ്റിന്റെ മനസ്സ് മാറുന്നുണ്ട്. അവളെ സംബന്ധിച്ചിടത്തോളം അവൾ ആ ഒരു സിനിമയിൽ ഉണ്ടാവണം, അവൾക്ക് അഭിനയിക്കണം, അത് മാത്രമായിരുന്നു ആ ഒരു ഗോസ്റ്റിന് വേണ്ടിയിരുന്നത്. ഇത് കേട്ട സമയത്ത് തന്നെ ഗോസ്റ്റ് അവിടുന്ന് വാനിഷ് ആയി പോകുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ടീംസ് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ആ ഒരു കാസ്റ്റിംഗ് ഡയറക്ടറെ കാണിക്കുകയാണ്. അതായത് ആ ഒരു പെണ്ണിന്റെ കൂടെ അടികൂടി ഉണ്ടായിരുന്നല്ലേ, നിന്നെയൊന്നും ഈ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കില്ല, നിനക്ക് കഴിവില്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു കോ ഡയറക്ടർ ഹീറോ ഇപ്പൊ അവനെ കോൾ ചെയ്തിട്ട് പറയാണ്, കാസ്റ്റിംഗിന്റെ സമയത്ത് നിങ്ങൾ ഒരു ലേഡീനെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അവള് 1-2 ഷോട്ടുകളിൽ വരുന്നുണ്ട്, ആ ഒരു ഷോട്ട് ഞാൻ സിനിമയിൽ അങ്ങനെ തന്നെ വെക്കാൻ പോവാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അയാൾ പറയാണ്, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ ആ ഒരു ഫൂട്ടേജ് ഒക്കെ എടുത്ത് കളയാനായിട്ട്, ആ ഫൂട്ടേജിന്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം റിമൂവ് ചെയ്തേക്കെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. തിരിഞ്ഞു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവന്റെ തൊട്ടു പുറകില് ആ ഒരു ഗോസ്റ്റ് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിപ്പോ അവനെ കൊന്നു കളയുന്നുണ്ട്. ഈ ഒരു സീനെ കാണിച്ചിട്ട് സിനിമ വെച്ചിട്ട് കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് നോക്കണേ. ഇഷ്ടമായിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ലൈക്ക് തന്നേക്ക്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.